സകല ലോകത്തിൻ്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യവും നാമത്തിൽ വീണ്ടും എല്ലാ ദൈവങ്ങൾക്കും ഹൃദ്യമായ സ്നേഹമെന്ന് അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ബ്രീഫ് ഡിസ്കോഴ്സിന് ആധാരമായിട്ട് ഞാൻ 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായമാണ് എടുക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ ഇതിവൃത്തം ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവാണ്. ഏലിയാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷകരമായ ഘട്ടങ്ങളിൽ ഒന്നിലാണ് ഇവിടെ നമ്മൾ ഏലിയാവിനെ കാണുന്നത്. അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഏലിയാവ് ദൈവത്തിന് പർവ്വതമായ ഹോരേബോളം ചെന്നു. അവിടെ ഒരു ഗുഹയ്ക്കകത്ത് കയറി അവിടെ ഇരുന്നു. ദൈവം ഏലിയാവിനെ വിളിച്ച് ദൈവം ഏലിയാവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇങ്ങനെ: ഏലിയാവേ, ഇവിടെ നിനക്ക് എന്നാ കാര്യം? ഇവിടെ നിനക്ക് എന്നാ കാര്യം? വളരെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകാവുന്ന ഒരർത്ഥമുണ്ടല്ലോ ഈ ചോദ്യത്തിന്. പക്ഷെ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ വേറൊരു അർത്ഥത്തിലാണ് ദൈവം ഏലിയാവിനോട് ഈ ചോദ്യം ചോദിച്ചത്. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ നിനക്ക് എന്നാ കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരർത്ഥമുണ്ട്. വാട്ട് ഹാവ് യു ഗോട്ട് ടു ഡു ഹിയർ? നിനക്ക് ഇവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരർത്ഥമുണ്ട്. പക്ഷേ ആ അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ അതിന് എത്രയോ വ്യത്യസ്തമായ വേറൊരർത്ഥത്തിലാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം ഏലിയാവിനോട് ഈ കാര്യം ചോദിക്കുന്നത്. ദൈവം നേരിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോൾ വേറൊരാളോട് പറഞ്ഞു പറഞ്ഞാണെങ്കിൽ ഒരാളോട് പറഞ്ഞു പറയിപ്പിക്കുകയാണെങ്കിൽ അയാൾ അത് റിപ്പോർട്ട് ചെയ്യല്ലോ, അപ്പോൾ അയാളുടെ ഭാഷയായിരിക്കുമല്ലോ. ഇവിടെ ഗോഡ്സ് ഓൺ വേർഡ്സ്, ദൈവത്തിൻ്റെ തന്നെ ഭാഷ സംസാരിക്കുകയാണ്. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്താ കാര്യം? വിശുദ്ധ വേദപുസ്തകത്തിൽ 2 ഭാഷയുണ്ട്. ഒന്ന്, ദൈവം തൻ്റെ മക്കളോട് ഇടപെടുന്ന ഭാഷ. മറ്റൊന്ന്, ദുഷ്ടന്മാരോട് ദൈവം സംസാരിക്കുന്ന ഭാഷ. ഇത് രണ്ടും വടക്കും പടിഞ്ഞാറും പോലെ വ്യത്യാസമാണ്. പോൾസ് എപ്പാർട്ടാണ് ഈ 2 ഭാഷകളും. 2 ദിക്കുകളുടെ വ്യത്യാസമാണുള്ളത്. ഇതിൽ ദുഷ്ടന്മാരോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഭാഷ വളരെ റൂഡാണ്, വളരെ കർശനമാണ്, കാർക്കശ്യമാണ്, രൂക്ഷമാണ്, രൗദ്രഭാവമാണ് ആ ഭാഷയ്ക്കകത്ത്. പിടിച്ചു നിൽക്കാൻ ഒരാൾ കഴിയത്തില്ല. അത്ര ഗംഭീരമാണ് ദൈവത്തിൻ്റെ ഭാഷ. ആരോട് സംസാരിക്കുമ്പോൾ? ദുഷ്ടന്മാരോട് സംസാരിക്കുമ്പോൾ. പക്ഷെ ദൈവം തൻ്റെ മക്കളോട് സംസാരിക്കുവാൻ ആ ഭാഷ ഉപയോഗിക്കുന്നില്ല. ഒരിക്കലും ആ ഭാഷ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇത് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും എന്തറിയാമോ? ദുഷ്ടന്മാരോട് സംസാരിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന അതേ ഭാഷ തന്നെ എടുത്ത് ദൈവമക്കളോട് സംസാരിക്കുവാനും ദൈവം ഉപയോഗിക്കുന്നതായിട്ട് തോന്നത്തക്ക രീതിയിൽ നമ്മൾ പറഞ്ഞു കളയും. അപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ ഭാഷ നമ്മൾ നോക്കണം. ഇതാരോടെ സംസാരിക്കുന്നത്? തൻ്റെ മക്കളോടാണെന്നുണ്ടെങ്കിൽ ആ ഭാഷയുടെ പ്രത്യേകത ഇറ്റ് ഈസ് ഹാർട്ട് ടു ഹാർട്ടാണ്. ഹൃദയത്തെ തൊടുന്ന ഭാഷയാണ്. What does God do? God comes so close to us. He comes so close to us, closer than anybody else could come. ദൈവത്തിന് നമ്മോട് മറ്റാർക്കും നമ്മളോട് അടുക്കാൻ കഴിയുന്നതിലുപരി അപ്പുറമായ ദൈവത്തിന് നമ്മളോട് അടുക്കാൻ കഴിയും, തൻ്റെ മക്കളോട്. ഈ രണ്ടാമത്തെ കാര്യം, വാട്ട് ഈസ് ഗോഡ്സ് ഡിലൈറ്റ്? വാട്ട് ഈസ് ഗോഡ്സ് ഡിലൈറ്റ്? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഡിലൈറ്റ് എന്താണ്? സന്തോഷം എന്താണ്? വെൽ, ഗോഡ്സ് ഡിലൈറ്റ് ഈസ് ടു വാച്ച് ഓവർ ഹിസ് ചിൽഡ്രൻ. തൻ്റെ മക്കളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ഡിലൈറ്റ്. ഇപ്പം പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ?
അവൾ പ്രസവിച്ച മകനോട് അവൾക്ക് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുക. എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു പറയുമ്പം ഞാൻ എൻ്റെ ഭാവനയിൽ എക്സ്പാൻഡ് ചെയ്ത് പറയും, ദൈവത്തിൻ്റെ കൈ ഒരു വലിയ കമ്പ്യൂട്ടർ സ്ക്രീനാണെന്ന്. ആരെ എപ്പോൾ കാണണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടോ അപ്പോൾ ദൈവത്തിന് കാണാം. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഗോഡ്സ് ഗ്രേറ്റ് ഡിലൈറ്റ് ഈസ് വാച്ചിങ് ഓവർ ഹിസ് ചിൽഡ്രൻ. ഒരു ചെറിയ ശിശുവിനെ കുളിപ്പിച്ച് പൗഡറൊക്കെ ഇടിച്ച് നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് ഈ വെച്ചിട്ട് ഈ കട്ടിലെ കിടത്തിയിട്ട് അമ്മ അതിനെ ഇങ്ങനെ വാച്ച് ഓവർ ചെയ്യത്തില്ലേ? വാട്ട് എ ഡിലൈറ്റ്. ഷി ഡസൻ ഫീൽ ലൈക്ക് ടേക്കിംഗ് ഹെർ ഐസ് അവേ ഫ്രം ദ ബേബി, അല്ലേ? ഈ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് കണ്ണ് മാറ്റാൻ അമ്മയ്ക്ക് തോന്നത്തില്ല, കണ്ണ് പറിക്കാൻ അമ്മയ്ക്ക് തോന്നത്തില്ല. അതുപോലെ അമ്മ നോക്കിക്കൊണ്ടിരിക്കും. എത്ര നോക്കിയാലും കൊതി തീരത്തില്ല. എൻ്റെ ഒരു സ്നേഹിതനുണ്ട് ഇംഗ്ലണ്ടിൽ. അദ്ദേഹത്തിന് എന്നോട് പറയും, ഇതിന് ഗ്രേസ് എന്ന് പറയുന്നൊരു മോളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവൾ കുഞ്ഞായിരിക്കും പറയും, സന്ധ്യയ്ക്ക് ജോലി കഴിഞ്ഞ് ഈ കുഞ്ഞുമായിട്ടല്ലേ കിടക്കാൻ പോന്നേ. കുഞ്ഞിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ വൈഫ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും, നേഴ്സായുണ്ട്. ഇവള് 1-1.5 വയസ്സുള്ളപ്പം ഇത് പകലെല്ലാം ഉറങ്ങും, രാത്രി ഉറങ്ങത്തില്ല. ഇങ്ങനെ അപ്പനെ കൊണ്ട് ഉറക്കം വരും തോന്നുമ്പോഴത്തേക്ക് പപ്പാന്നൊരു വിളി വിളിക്കും. പറയും അവിടെ മുഖത്തുനിന്ന് കണ്ണ് പറിക്കാനൊക്കത്തില്ല. ഇങ്ങനെ നേരം വെളുക്കുന്നവരപ്പം രാവിലെ ഓഫീസിൽ ചെന്നാലും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനൊക്കത്തില്ല. കാര്യം തല കറങ്ങി വീഴുന്ന പോലെ തോന്നുക. വൈകിട്ട് വീട്ടിൽ ചെന്നാലോ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരുന്ന് ഒന്ന് മയങ്ങി നോക്കിച്ചാൽ ഈ കുഞ്ഞുമായിട്ട് രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. അതാണ് ഡിലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്വർഗീയ പിതാവ് അങ്ങനെ. യെസ്, ഗ്രേറ്റ് ഡിലൈറ്റ് ഇൻ വാച്ചിങ് ഓവർ അസ്. ഗ്രേറ്റ് ഡിലൈറ്റ് ഇൻ വാച്ചിങ് ഓവർ അസ്. നമ്മളെ വാച്ച് ചെയ്യുന്നതിൽ സ്വർഗീയ പിതാവിന് വലിയ ഡിലൈറ്റ് ആണ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് സോ keen to listen to every word we speak. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കുന്നതിൽ സ്വർഗീയ പിതാവ് വളരെ താല്പര്യമുള്ളവനാണ്. പലപ്പോഴും ലോകത്തിൽ ആർക്കും നമ്മൾ പറയുന്നത് കേൾക്കണം. ഞാൻ ചിലപ്പോൾ ചെയ്യുന്നത് ആർക്ക്, അതിൻ്റെ കൂടെ എന്നെ പോലൊരു വയ്യാത്തവനായി പോയെന്നുണ്ട് പിന്നെ പറയേ വേണ്ട. ആർക്ക് കേൾക്കണം നമ്മൾ പറയുന്നത്? ആർക്ക് കേൾക്കണം നമ്മൾ പറയുന്നത്? അല്ലേ? അപ്പം ഈ ഒരു കാര്യം ഒരിക്കൽ ദൈവത്തിൻ്റെ ദാസനായ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു ഒനായലോഖീം കഥ മിറ്റഹാറ്റ് സറ ഓട്ട് ഒനാമെന്ന്. ഒനായലോഖീം കഥം, പുരാതനനായ ദൈവം. ഒനായലോഖീം കഥം എന്ന് പറഞ്ഞ നിനക്ക് ചെന്നിരുന്ന് നിന്റെ കാര്യം മുഴുവൻ പറയാനുള്ള സ്ഥലമാണ്. നിന്റെ കാര്യം മുഴുവൻ പറയാനുള്ള സ്ഥലമാണ് നിന്റെ ദൈവം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ദാസനായി ഇബ്താഹ് ഒരിക്കൽ തൻ്റെ ഏറ്റവും വലിയ ക്രൈസിസ് ഫേസ് ചെയ്യാൻ പോവുക. ഗിലിയാദിലെ മൂപ്പന്മാരോടൊപ്പം ഗിലിയാദിലേക്ക് പോവുക. ഒരു വലിയ യുദ്ധം ഫേസ് ചെയ്യാൻ പോവുക. യുദ്ധത്തിൽ കൊല്ലപ്പെടാം, അല്ലെ പിടിക്കപ്പെടാം. പരാജയപ്പെട്ടതുകൊണ്ട് തൻ്റെ ആളുകൾ തന്നെ ആട്ടി ഓടിച്ചെന്നിരിക്കാം. എവറി നെഗറ്റീവ് തിങ് വാസ് റെഡി ടു ടേക്ക് പ്ലേസ് ഇൻ ഹിസ് ഹാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. തൻ്റെ ജീവിതത്തിൽ എല്ലാ നെഗറ്റീവായ കാര്യങ്ങളും റെഡിയായി നിൽക്കുന്ന സമയമാണ്. ഗിലിയാദിന് മൂപ്പന്മാരോട് നടന്നു പോവുക. കുറേ അങ്ങോട്ട് നടന്നു പോയപ്പം മിസ്പ എന്ന സ്ഥലത്ത് വന്നു. മിസ്പ എന്ന സ്ഥലത്തിൻ്റെ പേര് തന്നെ വാച്ച് ടവർ എന്നാണ്. അവിടെ വന്നപ്പം ഇബ്താഹ് ഇവരോട് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോകണം പറഞ്ഞു.
നിങ്ങൾ മുന്നിൽ പൊക്കോളാൻ പറഞ്ഞു. He take a detour. He detoured to മിസ്പ. താൻ മിസ്പയിലോട്ട് ഡീറ്റൂർ ചെയ്ത് കയറി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അടുത്ത സെന്റൻസ് വായിക്കണം. മിസ്പയിൽ യഹോവയുടെ സന്നിധിയിലിരുന്ന് തൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. Because Jephthah had a man with so much of stigmas in his life. ഒരു ജീവിതം മുഴുവൻ സ്റ്റിഗ്മ കൊണ്ട് നിറഞ്ഞ മനുഷ്യനാ, ദുഷ്പേരുകൊണ്ട്. അതാ സ്റ്റിഗ്മ, ദുഷ്പേരുകൊണ്ട് നിറഞ്ഞൊരു മനുഷ്യനാണ്. ഇനി മുന്നോട്ട് പോവുക എന്താവുന്നുള്ള അറിയത്തില്ല. നേരെ മിസ്പയിൽ കയറി തൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. Every single one of his stigma, he was speaking out there. ഇംഗ്ലീഷിൽ പഴയ പാട്ടുണ്ട്, ബേർഡൻസ് ആർ ലിഫ്റ്റഡ് അറ്റ് കാൽവറി എന്ന്. ബേർഡൻസ് ആർ ലിഫ്റ്റഡ് അറ്റ് കാൽവറി. എന്തിനാ നമ്മൾ കാൽവറിയുടെ ചുവട്? നമ്മുടെ ഭാരങ്ങൾ മുഴുവൻ ഇറക്കി വെക്കാനാ. ഇവിടെ ഭാരം മുഴുവൻ ഇറക്കി വെക്കാനാ. ഏലിയാവ് ഒരു വലിയ ദുർഘട സന്ധിയിലെത്തിയിരിക്കുക. ദൈവം തന്നോട് പറഞ്ഞു, ചെന്ന് ആഹാബിനോട് പറയണം ഇവിടെ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ലെന്ന്. ദൈവം പറഞ്ഞ പോലെ ചെന്ന് പറഞ്ഞത്. ദൈവത്തിൽ വിശ്വസിച്ചാണ് ആഹാബുമായിട്ട് ടേംസ് ഉണ്ടാക്കിയത്. എങ്ങനെ? കർമ്മയിൽ നമ്മൾ യാഗം നടത്തും, തീ കൊണ്ട് ഉത്തരവുള്ള ദൈവമാണെന്ന് നിങ്ങളെല്ലാവരും ഏറ്റു പറയണം. സംഭവിച്ചു. ഇതുപോലെ തീ കൊണ്ട് ഉത്തരവുള്ള ദൈവം. അപ്പൊ ഇനി ഏലിയാവിന്റെ വിചാരം എന്താണ്? ഇവരുടെ പ്രവാചകനെ വെട്ടിക്കൊന്നു, ഇസ്രായേൽ മുഴുവനും ദൈവത്തിങ്കിലേക്ക് തിരിയുമെന്നാണ്. ആഹാബ് വാക്ക് പറഞ്ഞു അല്ലേ? തീ കൊണ്ട് ഉത്തരവുള്ള ദൈവമാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ മുഴുവൻ ആ ദൈവത്തിലേക്ക് തിരിയുമെന്ന്. അപ്പം പ്രതീക്ഷിച്ചത് ഒന്നാണ്, പക്ഷെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് തൻ്റെ തലയ്ക്ക് മേൽ വാള് വന്നു. ആരുടെ? ഇസബേലിന്റെ വാള് വന്നു. ദൈവങ്ങളെ ആത്മീയ ജീവിതം പലപ്പോഴും ഇങ്ങനെ കേട്ടോ, പ്രതീക്ഷിക്കുന്ന ഒന്നാ, പക്ഷെ സംഭവിക്കുന്ന വേറൊന്നാ. ഏലിയാവിന്റെ മനസ്സിലെ സങ്കടം, വാട്ട് ഹാസ് ഗോഡ് ഓൾസോ അബാൻഡൻഡ് മീ? ദൈവവും എന്നെ കൈവിട്ടോ? ഹാസ് ഗോഡ് ഓൾസോ അബാൻഡൻഡ് മീ? ദൈവം പോലും എന്നെ കൈവിട്ടോ? ദൈവം പോലും എന്നെ കൈവിട്ടോ? അങ്ങനെ ഒരു ചിന്ത ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയത്തില്ല. ഒരു ദൈവവൈദ്യനും ദൈവം പോലും എന്റെ കൈവിട്ടു എന്നൊരു ചിന്ത ഉണ്ടായാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഏലിയ നടക്കുക. കാര്യം ഇസ്രായേൽ പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ അവരിൽ ഒരുവനെ പോലെ നീയുമാകും എന്ന് പറഞ്ഞാൽ നിന്റെ തലയിലൂടെ കിടന്ന് ഉരുളുമെന്നാണ് പറഞ്ഞത്. ഏലിയ അവിടെ നടന്നു. കുറേ ദൂരം, മുന്നിൽ മരുഭൂമിയാണ് കാണുന്നത്. കുറേ ദൂരം നടന്നു. വേലക്കാരൻ പറഞ്ഞു നീ പൊക്കോളാൻ പറഞ്ഞു. ഏലിയ പിന്നെ നടക്കുക. നടന്ന് ഇതിൻ്റെ മരുഭൂമി മുഴുവൻ ക്രോസ് ചെയ്ത് അറേബ്യൻ മരുഭൂമിയിലോട്ട് കയറുക. അവിടെ നോക്കി ഒരു ചൂരച്ചെടി കണ്ടു. അതിൻ്റെ ചവിട്ടി കിടന്നു. മതി കർത്താവേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല. ഐ എം നോ ബെറ്റർ ദാൻ മൈ പേരൻസ്. എൻ്റെ ജീവിതത്തിൻ്റെ അഴിവേറിയ വേദനകളുടെ നടുക്ക് ഞാൻ ഒരുപാട് പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, മതി, ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. എൻ്റെ വല്യപ്പൻ വേട്ടമൊരു ഫിലിപ്പോസ് സ്വദേശിയേക്കാൾ നല്ലവനല്ല ഞാൻ. എൻ്റെ പിതാവിനേക്കാൾ നല്ലവനല്ല ഞാൻ.
എൻ്റെ കുടുംബത്തിൽ എനിക്ക് മുമ്പ് പോയ ആരെക്കാളും നല്ലവനല്ല ഞാൻ. ഐ ഡോണ്ട് ഡിസേർവ് ടു ലിവ് എനിമോർ. ഇതിനപ്പുറം ജീവിക്കാൻ ഒരു അർഹത എനിക്കില്ല, ഇവിടെ കൊണ്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏലിയ പറയാ, ഐ എം നോ ബെറ്റർ ദാൻ മൈ ഫാദേഴ്സ്. എൻ്റെ പിതാക്കന്മാരെക്കാളും നല്ലവനല്ല, മതി, ഇവിടെ കൊണ്ട് മതി. അവിടെ കൊണ്ട് മതിയോ? ഏലിയാവേ, നീയല്ല തീരുമാനിക്കുന്നത്, നീയല്ല തീരുമാനിക്കുന്നത്, നീയല്ല തീരുമാനിക്കുന്നത്, നീയല്ല തീരുമാനിക്കുന്നത്. കാരണം കഴിഞ്ഞ നാളുകളിൽ മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ തന്നെ കടത്തിവിട്ട് നിന്നെ ഇവിടം വരെ എത്തിച്ച ദൈവം. യെസ്, നീ ഇവിടെ വരെ എത്തിച്ച ദൈവം. ഒരു തോട്ടിന്റെ കരയ്ക്ക് ഒരു കാക്കയുടെ വരവ് നോക്കി നിന്നെ ഇരുത്തിയ ദൈവം. മരുഭൂമിയുടെ ഒരുപാട് അനുഭവങ്ങൾ നിന്റെ കടത്തി വിട്ടത് എന്തിനറിയാമോ? നീ എവിടെ കൊണ്ട് അവസാനിക്കണമെന്ന് ദൈവത്തിന് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഈ ചൂരച്ചെടിയുടെ തണലല്ല. അവിടെ കിടന്നുറങ്ങി, ദൂതൻ തട്ടി ഉണർത്തി, അപ്പം വെള്ളം കൊടുത്തു. പിന്നെ ഉറങ്ങി, പിന്നെ ദൂതൻ അപ്പം വെള്ളം കൊടുത്തു. എഴുന്നേറ്റ് കുടിച്ചു. 40 ഒറ്റ നടപ്പ്. നടന്ന് 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 ലക്ഷ്യമില്ല, നടന്ന് 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 he came to a place called Horeb. Horeb. What is Horeb? Horeb എന്ന വാക്കിന് അർത്ഥം എന്താ? റോക്ക് ബോട്ടം ഓഫ് ബ്രോക്കൺനെസ്. റോക്ക് ബോട്ടം ഓഫ് ബ്രോക്കൺനെസ്. തകർച്ചയുടെ ഏറ്റവും താഴത്തെ പടിയിൽ ഏരിയാവുന്ന അർത്ഥം. ഇനി തകരാനൊന്നും ബാക്കിയില്ല. തകർച്ചയുടെ ഏറ്റവും താഴത്തെ പടിയിൽ നിന്നും ദൈവം വരിക. ഞാൻ വന്നിട്ട് എല്ലാവരോട് ചോദിക്കുക, മാ ലഖ പോഹ് എലി യാഹൂ. ദൈവത്തിന്റെ ശബ്ദം. മാ ലഖ പോഹ് എലി യാഹൂ. എലി യാഹൂ, യാണ് എൻ്റെ വലിയവൻ. എലിയാഹു, ആ വീടിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ ഏലിയാവ് എന്ന് പറയും. ഇംഗ്ലീഷുകാര് എലൈജ എന്ന് പറയും. ഏലിയാവ്, എലിയാഹു, യാഹു. എൻ്റെ ജീവിതത്തിൽ വലിയവൻ. യാഹ് എൻ്റെ വലിയവനാണ്. എത്രയോ വർഷമായി ഏലിയാവിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. സാക്ഷ്യം, എൻ്റെ വലിയവൻ ദൈവമാണ്, എൻ്റെ വലിയവൻ. ഏലിയാവേ, ആ സാക്ഷി പറഞ്ഞ് കുറെ നാൾ നടന്നില്ലയോ? പിന്നെ നീ എന്തിനാ ഇതിൽ കറങ്ങി കറങ്ങി നടക്കുന്നത്? എന്നോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുള്ള. എങ്ങനെ? മാ ലക്ക പോഹ് എലി യാഹൂ. ഞാനാണ് നിന്റെ വലിയവനെന്ന് നീ സാക്ഷി പറഞ്ഞിട്ട് നിന്നോട് ആര് പറഞ്ഞു ഇതിലെ കറങ്ങി കറങ്ങി നടക്കാൻ? മലയാളത്തിലൊരു പാട്ടുകാരൻ പണ്ട് എഴുതി, ആരും എനിക്കില്ലെന്നും ഞാൻ ഏകനായി തീർന്നുവെന്നും മാനസത്തിൽ ആദി പൂണ്ടക്ക് ക്ലേശിപ്പാൻ. ആരും എനിക്കില്ലെന്നും ഞാൻ ഏകനായി തീർന്നുവെന്നും. ഏലിയാവേ, നീ എന്തിനാ ഇതിലെ കറങ്ങി കറങ്ങി നടക്കുന്നത്? മറുപടി, സൈന്യങ്ങൾ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ ഒത്തിരി അധ്വാനിച്ചു, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. യാക്കോബ് ലാബാനോട് പറഞ്ഞ ഭാഷ കടമെടുത്താൽ എൻ്റെ സകല ബലത്തോടും ഞാൻ നിന്നെ സേവിച്ചതാ. വിത്ത് ഓൾ മൈ സ്ട്രെങ്ത്, വിത്ത് ഓൾ മൈ മൈറ്റ്, with all my capacity, with all my ability,
Lord, I serve you. ഏലിയാവേ, ഒരു മറുപടിയുണ്ട്, തീർന്നില്ല. Finish that? No, not finish that. Not finish that. Then what shall I do, Lord? എന്താ ചെയ്യേണ്ടത്? നീ ഒത്തിരി നിരാശനായിട്ട്, ഒത്തിരി കരഞ്ഞ്, ഒരുപാട് കണ്ണുനീരൊഴുക്കി, ഒരു നീണ്ട വഴി നടന്ന് ഇവിടെ വരെ എത്തിയില്ലയോ? Now, do you know what is it you must do? All that long road back you have to walk. നീ കരഞ്ഞുകൊണ്ട് നടന്ന ആ വഴി മുഴുവൻ ഏലിയാവേ നീ തിരിച്ചു നടക്കണം. ആ വഴി മുഴുവൻ നീ തിരിച്ചു നടക്കണം. എന്തിനാ ആ വഴി മുഴുവൻ തിരിച്ചു നടക്കുന്നത്? I got you to do for me a greater ministry than all that you have done so far. നീ ഇതുവരെ ചെയ്തതിനേക്കാളും ഒരു വലിയ ശുശ്രൂഷ നീ എനിക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? തിരിച്ചു നടക്കണം. അതുകൊണ്ട് നീ തിരിച്ചു നടക്കണം. ഏലിയാവോട് പറയുക, അതുകൊണ്ട് നീ തിരിച്ചു നടക്കണം. You have to walk back. You have to walk back. നീ തിരിച്ചു നടക്കണം. Now, Elijah is walking back. എവിടെ വരെ? എവിടെ നിന്ന് ഈ കണ്ണുനീരുടെ നടപ്പ് ആരംഭിച്ചോ ആ പോയിന്റ് വരെയും തിരിച്ചു കാണുന്നു. നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സ്ഥായിയായ സ്വഭാവങ്ങളിൽ ഒന്നിതാ. ഏത്? ദൈവത്തിന്റെ സ്ഥായിയായ സ്വഭാവ. കണ്ണുനീര് ഒഴിച്ചുകൊണ്ട് നീ എതിലെയൊക്കെ നടന്നു, എവിടെയൊക്കെ നടന്നു, അവിടെ മുഴുവൻ ദൈവം അനുഗ്രഹത്തിന്റെ താഴ്വരയാക്കി തിരിച്ചു നിനക്ക് തരും. വിശുദ്ധ പുതിയ നമ്മൾ വായിക്കുന്നുണ്ട്, നമുക്ക് ധാരാളം ഉദാഹരണം ഇതിന് കാണാൻ കഴിയും. ഈ പറഞ്ഞ കാര്യത്തിന് ധാരാളം ഉദാഹരണം കാണാൻ കഴിയും. ഒരു പാവം സ്ത്രീയുടെ മോൻ മരിച്ചു. ഒറ്റ മോനേ ഉള്ളൂ. അവൻ്റെ ശവമെല്ലാം കുളിപ്പിച്ച ശവഞ്ചത്തെ കിടത്തിയിട്ട് ശവസംസ്കാരത്തിന് പോവുക. കരഞ്ഞോണ്ട്, ഇല്ലേ? കരഞ്ഞോണ്ടാ പോകുന്നത്. ഈ കരഞ്ഞോണ്ട് പോകുമ്പോൾ ഇവർക്ക് എന്തേ അറിയത്തുള്ളൂ? അടുപ്പ് കൊണ്ടുപോകും, മോൻ്റെ ശവം അവിടെ കുഴിച്ചിടും, പട്ടണത്തിന് പുറത്ത്. നാട്ടുകാരെല്ലാം തിരിച്ചു പോവും. അവരെല്ലാം പോയി കഴിയുമ്പം ഞാനിവിടെ നിന്ന് കരഞ്ഞ് അവസാനം മടുക്കുമ്പം ഞാൻ തിരികെ ഈ വഴിയെ കരഞ്ഞുകൊണ്ട് പോവും. അല്ലെ, ഞാൻ തിരികെ ഈ വഴിയെ കരഞ്ഞുകൊണ്ട് പോവും. അതുമാത്രമേ അവർക്കറിയത്തുള്ളൂ. അവർക്കത് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ അവർക്കറിയാൻ മേത്ത കാര്യം ഉണ്ടായിരുന്നു. ദൂരെ ഇരുന്ന് കണ്ണുനീര് കാണുന്ന ഒരാളുണ്ടായിരുന്നു. ഒരുപാട് ദൂരെ ഇരുന്ന് കണ്ണുനീര് കാണുന്ന ഒരാളുണ്ടായിരുന്നു. എൻ്റെ ഈ മെസ്സേജ് കേൾക്കാനിടയാകുന്ന ദൈവങ്ങളോട് എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. ദൂരെ ഇരുന്ന് നിന്റെ കണ്ണുനീര് കാണുന്ന ഒരാളുണ്ട്. നയീൻ പട്ടണത്തിലെ വിധവയ്ക്ക് അത് അറിയത്തില്ലായിരുന്നു. അവളുടെ കണ്ണുനീര് കാണുന്ന ഒരാളുണ്ടെന്ന്. ആ ശവസംസ്കാരം തടസ്സപ്പെടുത്തി. ആര്?
കണ്ണുനീരിന് വില പറയുന്നവൻ, വില കൊടുക്കുന്നവൻ, കണ്ണുനീരിന് വില കൊടുക്കുന്നവൻ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ തടഞ്ഞു നിർത്തും. യെസ്, കണ്ണുനീരിന് വില കൊടുക്കുന്നവൻ നിന്റെ ജീവിതത്തിന്റെ വേദനകളെ തടഞ്ഞു, നിന്റെ ശാപങ്ങളെയും തടഞ്ഞു നിർത്തും, നിനക്കെതിരായി എഴുതിയ ദുർവിധിയെയും തടഞ്ഞു നിർത്തും. ഇനി അടുത്തത് 9 പെട്ടെന്ന് സംഭവിച്ചെന്താണെന്നറിയാമോ? കണ്ണുനീരോടെ നടന്ന ആ വഴി മുഴുവനും മരിച്ചുപോയ മോന്റെ കയ്യെ പിടിച്ചുകൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് ഒരമ്മ തിരിച്ചു നടക്കുക. മരിച്ചുപോയ മകന്റെ കയ്യെ പിടിച്ച് നൃത്തം ചെയ്തുകൊണ്ട് ഒരമ്മ തിരിച്ചു നടക്കുക. ഇതാ വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവം. ഏത്? നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു തിരിച്ച് നടപ്പ് വെച്ചിട്ടുണ്ട്. തിരിച്ചൊരു നടപ്പ് ദൈവം നിന്റെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. എങ്ങോട്ടുള്ള തിരിച്ചു നടപ്പ്? നീ കണ്ണുനീരുമായി നടന്ന വഴിയേ ഒരു തിരിച്ചു നടപ്പുണ്ട്. ഇസ്രായേൽ കൊയ്ത്തിന്റെ സീസണിൽ, ഇസ്രായേലിൽ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബേത്ലഹേമിൽ കൊയ്ത്തിന്റെ സീസണിൽ ദൂരെ ഒരു പുറജാതിക്കാരി വിധവ് വരുന്നു. ആ പട്ടിണിപ്പാവം ഒരു വയലിൽ ചെന്ന് കാലാപറക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ചിന്തയാ, അവൾ കാലാപറക്കുമ്പോൾ അവളുടെ കണ്ണുനീരും ആ തറയിൽ വീഴുന്നുണ്ട്. അവളുടെ കണ്ണുനീര് വീണ സ്ഥലം മുഴുവൻ സ്വർഗസ്ഥനായ ദൈവം മാർക്ക് ചെയ്തു. അവളുടെ കണ്ണുനീര് വീണ സ്ഥലം മുഴുവൻ സ്വർഗസ്ഥനായ ദൈവം മാർക്ക് ചെയ്തു. 2 കാര്യങ്ങൾ ദൈവം ചെയ്തു. ഒന്ന്, ആ കണ്ണുനീരിന്റെ തറയ്ക്ക് അവൾ ഉടമസ്ഥയായി തീർന്നു. 2, ദൈവത്തിന്റെ പുത്രനായ മശിഹ അവളുടെ സന്തതി പരമ്പരയിൽ ജനിച്ചിട്ട് പിറന്നു വീണ ബർത്ത് പ്ലേസ് ആണ് രൂത്തിന്റെ കണ്ണുനീരിന്റെ സ്ഥലം. കണ്ണുനീരിന് വില അറിയാവുന്ന ഒരു ദൈവമുണ്ട്. എലിയാവേ, നീ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനാ? I got a greater ministry for you, Elijah. എനിക്കൊരു വലിയ മിനിസ്ട്രി നിനക്ക് വരുന്നുണ്ട്. ആ മിനിസ്ട്രി പറഞ്ഞു, നീ പറയാത്തൊരു കാര്യമുണ്ട്. സ്വർഗത്തിൽ ഒരുങ്ങുന്ന അഗ്നിരഥങ്ങൾ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിലെ, നിന്നോട് പറയുന്നതിനും അപ്പുറം ദൈവത്തിന്റെ വഴി നിന്റെ ജീവിതത്തിലുണ്ട്. നിന്നോട് പറയുന്നതിനപ്പുറം ഒരു ശ്രേഷ്ഠകരമായ വഴി നിന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഈ നാളുകൾ കണ്ണുനീരിന് വിലയെറിയുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ പ്രത്യാശയോടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഉഷസനായി കാത്തിരിക്കുന്നവരെക്കാൾ ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കണം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യവനക്കാർ വിടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്.